ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും രാവിലെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആകാശമൊക്കെ കാണാൻ. കണ്ടോ, ഒരു മഞ്ഞയും നീലയും ഒക്കെ ചുവപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കാക്കകളെ കളകളും കിളികളെ കുളകുളമൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഏറെക്കുറെ മഴ മാറി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് മഴ ഉണ്ടാവും, ഇടയ്ക്ക് മഴ ഇല്ല, എങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ വേഗം വെള്ളം തിളപ്പിക്കുകയാണ്. മോൾക്ക് സ്കൂൾ കൊണ്ടുപോകണം, കാക്കുന് കടയിൽ കൊണ്ടുപോകണം. അപ്പോൾ വെള്ളം തിളപ്പിച്ചു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. വേഗം പണി കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യണതാണ്. സത്യത്തിൽ വേഗം കഴിയില്ല. പിന്നെ ഇന്ന് നേരം വൈകിയതുകൊണ്ട് തന്നെ ഞാനിന്ന് മുട്ടയും പഴം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ പഴം അരിഞ്ഞ് വെച്ചിരുന്നു. പിന്നെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം, നമുക്ക് ഉച്ചക്കും ചോറിന് കഴിക്കണമല്ലോ വെച്ചിട്ട് ഞാനിത് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ട് വേണം ഈ ഒരു സാധനത്തിൽ ഇടാൻ. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുള്ളൂ. വലിയ മുതുക്ക് കണ്ടാക്കിയാൽ ഇത് കറങ്ങത്തുമില്ല, അരിയത്തുമില്ല. അതുകൊണ്ട് ഇത്രയും ചെറിയ കഷ്ണമാക്കിയാൽ മാത്രമേ ഇതിലിങ്ങനെ നന്നായിട്ട് പൊടിയായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഈ സാധനം ഉള്ളത് നല്ലതാണ്. പക്ഷേ എനിക്കെന്തോ ഇത് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ ഒരു ഇടങ്ങാറുണ്ട്. എന്നാലും ഇത് നല്ലൊരു സാധനമാണ്. അപ്പം ഇതൊക്കെ ഓൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. ഉപ്പേരി ഇട്ട് ഓൾക്ക് പയറൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഇത് കേബേജ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവൾക്ക് കൊടുക്കാം, നമുക്ക് കൊടുക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വേഗം പണിയൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. എപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചാലും കഴിയണമെങ്കിൽ ഒരു നേരമാവും. കാരണം ഞാൻ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് ഇങ്ങനെ പണിയൊന്നും എടുക്കില്ല. കാരണം ഓടിപ്പാഞ്ഞെടുത്തിട്ട് നമുക്ക് കല്യാണത്തിന് പോകാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നെ സാവധാനം എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കടുക് പൊട്ടിച്ചെടുത്തു. പിന്നെന്താ, കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുക്കും. പിന്നെ നമ്മുടെ ഈ സാധനം ഇടാം. ഇതിൽ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ആദ്യമൊന്നും ഞാനിങ്ങനെ ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ കുഞ്ഞാമാൻ്റെ കൂടെ പോയപ്പം ഞാനിങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുഞ്ഞാമ പറഞ്ഞതാണ് ഞാൻ ഇതൊക്കെ ഇടുന്നുണ്ട്. അന്ന് മുതൽ ഞാനും ഈ പറഞ്ഞ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നലുണ്ട് വേറൊരു ടേസ്റ്റ് പോലെ ഉള്ളത് തോന്നലുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള അങ്ങനെയൊക്കെ ഇടും. ഇന്ന് ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമ്മൾ വേവിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിത് അവൾക്ക് പാത്രത്തിലാക്കി കൊടുക്കണം. അവൾക്ക് 9 മണിയാകുമ്പോൾ ബസ് വരും. അപ്പോൾ അതിനു മുമ്പ് ഈ വക ഐറ്റംസൊക്കെ ആക്കി വെച്ചാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് പിന്നെ ഇടങ്ങാറാവും. അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ അവൾക്കുള്ളതൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചാൽ സംഭവം സെറ്റാണ്. അപ്പോൾ ഇത് എന്നും ഇല്ലാത്തൊരു മഴ. ഇന്ന് രാവിലെ അങ്ങനെ മഴ ഉണ്ടാവാറേ ഇല്ല. എപ്പോഴെങ്കിലും ഇപ്പോൾ മഴ ഇങ്ങനെ മാറി തുടങ്ങുന്നതുകൊണ്ട് ഇടയ്ക്കും തലക്കൊക്കെ മഴ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് ഇവൾ സ്കൂളിൽ കറക്റ്റ് പോയപ്പോൾ തന്നെ പെരും മഴ. കുറേ നേരം കൂടി അവിടെ നിന്ന് മാറി വെച്ചിട്ട് മാറുന്നില്ല. ലാസ്റ്റ് ബസ്സിൻ്റെ ടൈം കഴിഞ്ഞാൽ നമ്മളെ കാത്തിക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പോയി. എന്നിട്ടും മഴ മാറുന്നില്ലായിരുന്നു. കുറേ നേരം മഴ പെയ്തു. ഇപ്പം രാവിലെ ഒന്നും അങ്ങനെ മഴയില്ല. ഇടയ്ക്കൊക്കെ നല്ല മഴ വരും. അപ്പോൾ അവളെ ബസ്സിൽ പോയി. പിന്നെ നമുക്ക് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ് ഓൾറെഡി ഞാൻ നേരത്തെ വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ചോറ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളൊരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ. അങ്ങനെ വലിയ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇല്ലാത്തൊരു പരിപാടിയും ഇല്ല. അതുകൊണ്ട് തന്നെ കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മുളകും പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ് ഇതൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതങ്ങനെ ഒരുപാട് വലിയ പരിപാടിയുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമ്മളുടെ കുറച്ച് പുളി പിഴിഞ്ഞത് വയ്ക്കുന്നുണ്ട്. ഇതിൽ കുടംപുളി ആയിരുന്നു മസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് ഞാനത് വാളംപുളി എടുത്തു അഡ്ജസ്റ്റ് ചെയ്തു.
ശരിക്കും കുടംപുളി ഇട്ടൊരു മീൻകറി ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? ശരിക്കും അങ്ങനത്തെ ടേസ്റ്റ് തന്നെ. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതൊന്ന് തളിച്ച് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീനാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു ചുവപ്പ് കളർ മീനാണ് കേട്ടോ. നമ്മളിവിടെ കോര, പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയും. അതല്ലാതെ വേറൊരു മീനാണിത്. പേര് എനിക്കറിയില്ല. ഞാൻ വീണ്ടും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടെടുത്തു. അത് നന്നായിട്ട് മൂടി വെച്ചു. പിന്നെ അത് തിളച്ച് നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തു. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. നമ്മളത് ഇതിൽ തക്കാളി ഒന്നും ഇട്ടെടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി. പിന്നെ ചോറ് ഞാൻ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങനെ അടുക്കളയൊക്കെ. എന്താണ് ഏത് കുട്ടിക്ക് ഏത് കുട്ടിക്ക് എന്തൊക്കെ വേണം? ഏതിന്? സച്ചുനാ? എന്താ വേണ്ടത് സച്ചുന്? എന്താ വേണ്ടേ പറഞ്ഞു. മുട്ടായിയോ? അതാണ് എന്തൊക്കെ? മുട്ടായി ഇല്ല ഇവിടെ, ഇല്ല. മുട്ടായി ഇവിടെ കഴിഞ്ഞു. ഈ കുട്ടിക്ക് മിഠായി വേണ്ട. ഇടക്കും തലക്കൊക്കെ ഞാൻ അടുക്കളയിൽ ഇരിക്കുമ്പോൾ മൂപ്പരാൾ വന്ന് നോക്കൂട്ടോ, ഞാൻ എന്താ അവിടെ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മോള് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ 10 വട്ടം കുറേ വണ്ടി വലിച്ചിട്ടും കുറേ ബാലവീർ കാണും, കൊച്ചു ടി വി അത് കാണും. പിന്നെ അവിടെ കമ്പ്യൂട്ടറിൽ പോയി കുത്തും. ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി. പിന്നെ മുട്ടായി ഉണ്ടോ ചോദിച്ചും കണ്ടു വരും. അതാണ് അവൻ്റെ പരിപാടി. പിന്നെ ഇതിനെന്താ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ തുടച്ചിട്ട് അടുത്ത ഭാഗം ഒന്ന് തുടയ്ക്കാനായിട്ട് നമ്മൾ തുണി ഇങ്ങനെ പൈപ്പിലിട്ടിട്ട് ഒലുമ്പുമ്പോത്തിന് വന്ന സാധനമാണ് ഈ ജന്തുക്കൾ. തുടച്ചിട്ട് വെള്ളം പോലും ഉണങ്ങിയിട്ടില്ല. അപ്പോഴൊക്കെ പറ്റി എവിടെ നിന്നാണ് വന്നത് എനിക്കൊരു എത്തും പിടികിട്ടില്ല. അത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടികളും പണികളും ഒക്കെ കഴിഞ്ഞു. ക്ലീനിങ്ങും കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ആ മഴ പെയ്തേരെ പിന്നെ അങ്ങനെ മഴ പെയ്തിട്ടില്ല. പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ തുണികളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.